ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് മൃഗങ്ങൾ. കാട്ടിനുള്ളിൽ മൃഗങ്ങൾ തളർന്നു വീഴുന്നു. പത്തനാപുരത്ത് കാട്ടാന ചരിഞ്ഞത് വെള്ളം കിട്ടാത്തതിനാലാണെന്ന് സംശയം. അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി എത്തിയിരുന്ന പ്രദേശമാണിത്. ഇവിടുത്തെ അവസ്ഥ കാട്ടില്ലേ, ജലത്തിൻ്റെ സാന്നിധ്യം പോലും ഇപ്പോഴിവിടെയില്ല. പൂർണ്ണമായും വറ്റി വരണ്ടു. ഇതിന് സമീപത്ത് കുറേയേറെ മരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ആ മരങ്ങളെല്ലാം തന്നെ കരിഞ്ഞു പോയ അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. മാസങ്ങളായി കാട്ടിൽ ചൂടാണ്. വെള്ളം നിറഞ്ഞിരുന്ന കുളങ്ങൾ വരണ്ടുണങ്ങി. പച്ചപ്പ് കരിഞ്ഞതോടെ ഭക്ഷണം കിട്ടാതായി. അതോടെ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി. കാടിനോട് ചേർന്നുള്ള ചെറു അരുവികളിൽ നേരിയ തോതിൽ നീരൊഴുക്കുണ്ട്. ആ അരുവികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്യുഷ്ണത്തിൽ നിന്ന് രക്ഷ തരാൻ വേണ്ടി വളർത്തുമൃഗങ്ങൾ അടക്കമുള്ളവ ആ അരുവികളിൽ ഇറങ്ങി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വേനൽ കടുത്തപ്പോൾ വനംവകുപ്പ് കാടിനുള്ളിൽ ജലസംഭരണികൾ നിർമ്മിച്ചിരുന്നു. അതായത് വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായി വനംവകുപ്പ് തയ്യാറാക്കിയ കുളമാണിത്. വന്യമൃഗങ്ങളുടെ കാൽപാദങ്ങൾ കാണാൻ സാധിക്കും. രാത്രി ഒരു 6 മണി 7 മണിയോട് കൂടിയാണ് വന്യമൃഗങ്ങൾ കൂടുതലായി വെള്ളം കുടിക്കാനായി ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ കുളം കുഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സമീപത്തെ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്കൊക്കെ തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു പരാതി ഈ പ്രദേശത്ത് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. നമ്മുടെ സ്റ്റേഷനിലുള്ളൊരു 8 ഈ കുളങ്ങളും 9ഓളം ചെക്ക് ഡാമുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും അല്ലെങ്കിൽ VSSൻ്റെ സഹകരണത്തോടുകൂടിയും നമ്മുടെ സ്റ്റാഫും ആയിട്ട് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം ഇതിനകത്തൊന്നും നേരത്തെ വെള്ളം ഇല്ലായിരുന്നു. ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴത്തേന് വെള്ളം മൊത്തം വറ്റിപ്പോയിരുന്നു. നമ്മളിത് ഡീസിൽറ്റ് ചെയ്താണ് ഇതിനകത്തെല്ലാം വെള്ളമായത്. ഇതൊരു നല്ല മാതൃകയാണ്. ഈ മാതൃക വന്യമൃഗങ്ങൾ ഉള്ള കാടുകളിലെല്ലാം തന്നെ പ്രാവർത്തികമാക്കിയാൽ ജനവാസ മേഖലയിലേക്ക് ഈ മൃഗങ്ങൾ ഇറങ്ങുന്ന പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. ക്യാമറമാൻ അഖിലിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.